ഹായ് മിച്ചവരെ, അവിടെ എല്ലാവർക്കും വലിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിങ്ങും മറ്റു കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നല്ല അടിപൊളി ഒരു കുക്കിംഗ് ആണ് കേട്ടോ. അതായത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചതുരപ്പയർ സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് ചതുരപ്പയർ തന്നെ പറയുന്നത് കേട്ടോ. നമ്മുടെ പയർ വർഗ്ഗത്തിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ തോരൻ വയ്ക്കാൻ നല്ല വെണ്ടിക്ക് ഡയറ്റാണ്. അപ്പോൾ ഞാനത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചതുരപ്പയറിൻ്റെ ഇതിങ്ങനെ നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അത്യാവശ്യം ഇതുപോലത്തെ ഒരു 4 ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു സവാളയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. അപ്പോൾ അതിനെടുത്ത് ഇനി നമുക്കിതിൻ്റെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വിപണിയിൽ ഇതിൻ്റെ അതായത് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കാണിച്ച ഈ 2 ഐറ്റത്തിൻ്റെ അതേ നീളം വരും ഏകദേശം ഒരെണ്ണത്തിന് കേട്ടോ. ഞാനത് അടുത്ത വീഡിയോസിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഉള്ളത് വളരെ നീളം കുറവാണ്. ഏകദേശം ഒരു 8 ഇഞ്ചോ 9 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 10 ഇഞ്ചിനകത്തൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മറ്റേ ഞാൻ പറഞ്ഞ ഹൈബ്രിഡിൻ്റെ ആണെങ്കിൽ അത് നല്ല നീളമുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 അടിയോളം അടുപ്പിച്ച് നീളം വരുന്ന ചതുരപ്പയറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോസ് ഞാൻ അതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചങ്ങമ്പരെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നത് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനം ഉണ്ട്. നമ്മൾ സാധാ തോരൻ എടുക്കുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഞാനെന്തായാലും ആദ്യം തേങ്ങ നല്ലപോലെ ചിരകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിക്കാമേ. പിന്നെ നമ്മൾ സവാള ഇവിടെ കട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാം നമ്മൾ ഇതേപോലെ കുഞ്ഞുഞ്ഞായിട്ട് കട്ട് ചെയ്തു. നമ്മൾ എങ്ങനെയാണ് തോരൻ സെറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും ചിരകി നല്ലതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, അതുപോലെ ജീരകം, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിതിൽ ചേർക്കുന്നത്. ഉപ്പൊക്കെ ബാക്കി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ മുളക് പൊടി ആവശ്യത്തിന് ചേർത്തു. ഒരൊറ്റ അടി കേട്ടോ, തോരൻ അടിച്ച് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെല്ലാ പ്രാവശ്യവും ഏകദേശം ഞാൻ കുക്ക് ചെയ്യുന്നത് വിറകടുപ്പിൽ തന്നെയാണ്. പക്ഷേ എങ്കിലും അധികമായിട്ട് നമ്മളിപ്പോൾ ചെയ്തു തരുന്നത് നമ്മുടെ സ്റ്റൗവിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പുറത്ത് വിറകടുപ്പ് വിളിച്ചാൽ നമ്മളിന്നത് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തീ കത്തിച്ചു. ചട്ടി നല്ലതുപോലെ ചൂടായി കേട്ടോ. നല്ലതുപോലെ ചൂടായി. അതിൻ്റെ ചെറിയ പുകയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും കേട്ടോ. അപ്പോൾ ചൂടായി ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എണ്ണയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ചിലർക്ക് ഒത്തിരി എണ്ണയിൽ അങ്ങനെ വേവിച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ കടുവൊക്കെ ഇട്ടു. ഇനി കറിവേപ്പില ഇട്ടു. നല്ലപോലെ പൊട്ടിച്ച് സെറ്റാക്കി അങ്ങോട്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായതുകൊണ്ടാണ് കേട്ടോ ഈ പുകയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കട്ടി വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ സവാള ചേർത്തു. പിന്നെ നമ്മുടെ ചതുരപ്പയറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമുക്കിതിനൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അധിക സമയം വേണ്ട കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഏകദേശം എല്ലാ വീട്ടമ്മമാർക്കും അറിയാം. അവർ പെട്ടെന്ന് അത് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. എങ്കിലും ഞാനൊന്ന് വീട്ടിൽ നിന്ന് സെറ്റാക്കിയപ്പോൾ ജസ്റ്റ് അതൊരു വീഡിയോസ് ആക്കി നിങ്ങളെ കൂടെ കാണിക്കുന്നതല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അധികം ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നതും ബാക്കിയുള്ള മസാല ചേർക്കുന്നതും അതുപോലെ മുട്ടയൊക്കെ ചേർക്കുന്നതും എല്ലാം നമുക്കിങ്ങനെ വീഡിയോസിൽ കണ്ടങ്ങ് പോകാം കേട്ടോ.
അങ്ങനെ ദേ നമ്മുടെ ചതുരപ്പയർ തോരൻ ദേ സെറ്റായിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന് ചങ്ങമ്പര നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മുട്ടയുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം എന്തുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളേ. സംഗതി തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ഇട്ട് കാണാം. ബൈ.